എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ക്ലാസ്സിലെ ഹിന്ദി NCERT സഞ്ജയനിലെ 3rd ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതായത് ടോപ്പി ശുക്ലയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 37 പേജ് നമ്പറിലെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ കഥ ഏതുവരെ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാംദുലാരി ടോപ്പിയെ ഒരുപാട് അടിച്ചു. ഇനി ഇഫൻ്റെ വീട്ടിലേക്ക് പോകൂ എന്ന് പറഞ്ഞിട്ട്, അതായത് ടോപ്പിയുടെ അമ്മ അല്ലേ. അപ്പോൾ ആ പോകുന്ന ടോപ്പി പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു ടോപ്പിയുടെ ബ്രദേഴ്സായിട്ടുള്ള മുന്നി ബാബുവും ഭൈരവും. ഇവർ രണ്ടുപേരും ഈ അടിക്കണതിൻ്റെ ഈ രംഗം തമാശയും കണ്ടുകൊണ്ട് അല്ലേ. ഇനി അടുത്തത് എന്താ നോക്കാം. ഹം എക് ദിൻ ഏക്കോ റഹീം കബാബ്ചി की दुकान पर കബാബോ ഖാത്തെ ദേഖാ രഹാ മുന്നി ബാബുനെ ടുക്കട ലഗായ. കബാബ്ജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കബാബ് ബനാനെ വാല. കബാബ് എന്ന് വെച്ചാൽ മീറ്റ്. അപ്പം മീറ്റ് ബനാനെ വാല, മീറ്റ് ഉണ്ടാക്കുന്ന ആളെയാണ് കബാബ്ജി എന്ന് പറയുക. അപ്പം മുന്നി ബാബു അവിടെ എന്താ പറഞ്ഞത്, ഞാൻ ഒരു ദിവസം അവിടെ റഹീം കബാബ്ജിയുടെ ഷോപ്പിൽ കബാബ് തിന്നുകൊണ്ട് നിൽക്കുന്നത് കണ്ടു, ടോപ്പിയെ കണ്ടു എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞു? മുന്നി ബാബു പറഞ്ഞു. മുന്നി ബാബുവിനെ ടുക്കട ലഗായ. ടുക്കട ലഗായ പറഞ്ഞാൽ കഷ്ണം വെച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? കൂട്ടിച്ചേർത്തു, ഇനിയും കൂടിയിട്ട്. അവൻ ഓൾറെഡി അടികൊള്ളുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ കബാബ്, കബാബ് ഭയങ്കര ആശ്ചര്യമായി. രാം 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 രാംദുലാരിക്ക് ഭയങ്കര ആശ്ചര്യമായി കേട്ടിട്ട്. കാരണം എന്താണ്, ഇവർ ശുക്ല ഫാമിലിയാണ്. ശുക്ല എന്ന് പറയുമ്പോൾ ബ്രാഹ്മിൻസ് ആണ്. അപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കും. അപ്പോൾ മീറ്റ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ആശ്ചര്യമായി. രാംദുലാരി ഘിന്ന കെ ദോ കദം പീറ്റ് ഹട്ടുകയും. രാംദുലാരിക്ക് അറപ്പ് തോന്നിയിട്ട്, ഘിന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഘിന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറപ്പ്, വെറുപ്പ് എന്നൊക്കെ പറയാം, നഫ്രത്ത്. അപ്പോൾ അങ്ങനെ അറപ്പ് തോന്നി, വെറുപ്പ് തോന്നിയിട്ട് 2 സ്റ്റെപ്പ് പിന്നാലേക്ക് പോയി. ഇങ്ങനെ ടോപ്പി മുന്നിക്ക് तरफ देखने लगा. ടോപ്പി മുന്നിയെ നോക്കി. മുന്നിയല്ലേ പറഞ്ഞത് അങ്ങനെ. क्योंकि असलियत यह थी कि टोपी ने मुन्नी बाबू को कबाब खाते देख लिया था. സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? അസ്ലിയത്ത് ശരിക്കും എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ടോപ്പിയാണ് മുന്നി ബാബുവിനെ കബാബ് തിന്നുകൊണ്ട് അവിടെ കണ്ടത് എന്നാണ് പറയുന്നത്. और മുന്നി ബാബുവിനെ ഉസേ ഏക് ഇക്കന്നി റിഷ്വത്ത് കി ദീ थी. ആ സമയത്ത് മുന്നി ബാബു അവിടെ നിന്ന് കഴിക്കുന്ന സമയത്ത് ടോപ്പി കണ്ടപ്പോൾ ടോപ്പിക്ക് റിഷ്വത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈക്കൂലി, ബ്രൈബ്. ഇക്കന്നി എന്ന് വെച്ചാൽ ഒരാണ്. അതിൻ്റെ അർത്ഥം 1 രൂപയെക്കാട്ടിലും കുറവാണ്, ചെറിയൊരു എമൗണ്ട്. അത് കൊടുത്തു അന്നത്തെ കാലത്തെ. അത് കൈക്കൂലി കൊടുത്തു. കാരണം വീട്ടിലൊന്നും പോയി പറയണ്ട, എവിടെയും പോയി പറയണ്ടെന്ന് പറഞ്ഞിട്ട്. ടോപ്പി കോ യഹ് മാലൂം ഥാ പരന്തു വഹ് ചുഗൽകോർ നഹി താ. ടോപ്പിക്ക് ഇതൊക്കെ അറിയായിരുന്നു, പക്ഷേ അവൻ ചുഗൽകോർ അല്ലായിരുന്നു. ചുഗൽകോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരദോഷണം പറയുക, അവിടെ ഇവിടെയും പോയി പറയില്ലേ, അതാണ്. അപ്പോൾ അങ്ങനെയുള്ളവനായിരുന്നില്ല ടോപ്പി. നല്ല സ്വഭാവക്കാരനായിരുന്നു അല്ലേ. ഉസ്നെ അബ് തക് മുന്നി ബാബു കി കോയി ബാത് ഇഫൻ കെ സിവ കിസി ഓർക്കോ നഹി ബതായി തീ. അപ്പോൾ ടോപ്പി ഈ കാര്യം മുന്നി ബാബുവിൻ്റെ ഈ കാര്യം ഇഫൻ്റെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. ഇഫൻ്റെ അടുത്ത് പറഞ്ഞാൽ അവിടെ പ്രശ്നവുമില്ല അല്ലേ, വേറെ വീട്ടിലൊന്നും വന്ന് പറഞ്ഞിട്ടില്ല. तू हमें कबाब खाते देख रही हो ना देखा रहा ओह दिन मुन्नी बाबू ने कहा. അപ്പോൾ ടോപ്പി ചോദിച്ചു, നീ എന്നെ എന്താ കബാബ് തിന്നുകൊണ്ട് കണ്ടോ എന്താ എന്ന് ചോദിച്ചു. നാ ദേക്കാ രഹോ ഓഹ് ദിൻ മുന്നി ബാബുനെ. അപ്പോൾ മുന്നി കഹ, മുന്നി ബാബു പറഞ്ഞ പിന്നെ കണ്ടില്ലേ ആ ദിവസം എന്ന് മുന്നി ബാബു പറഞ്ഞു. അപ്പോൾ तो तुमने उसी दिन क्यों नहीं बताया? സുഭദ്രാ ദേവിനെ സവാൽ കിയ. അപ്പം നീ അന്ന് തന്നെ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്ന് സുഭദ്രാ ദേവി ചോദിച്ചു ടോപ്പിയുടെ ദാദി. യെ झूठा है दादी ടോപ്പി ने कहा. അപ്പോൾ ടോപ്പി പറഞ്ഞു, ഇവൻ കള്ളം പറയാണ് ദാദി. ഉസ് ദിൻ ടോപ്പി ബഹുത് ഉദാസ് രഹ. ആ ദിവസം ടോപ്പി ഭയങ്കര നിരാശനായിരുന്നു, ഉദാസായിരുന്നു. वह अभी इतना बड़ा नहीं हुआ था कि झूठ और सच के किस्से में पड़ता. और सच्ची बात तो यह है कि वह इतना बड़ा कभी नहीं हो सका. അപ്പോൾ എന്താ പറയുക, അവൻ ഇത്ര വലുതായിരുന്നില്ല ഈ झूठ और सच के किस्से में पड़ता. ഈ കള്ളം പറയുക അല്ലെങ്കിൽ സത്യം പറയുക എന്നുള്ളതിൻ്റെ ഇടയിലൊക്കെ പെടുന്ന വിധത്തിൽ പറഞ്ഞാൽ ആ സത്യവും കള്ളവും ഒക്കെ മനസ്സിലാക്കത്തക്ക വിധത്തിൽ അവൻ അത്രയൊന്നും വലുതായിരുന്നില്ല അന്ന്. സത്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വഹ ഇത്നാ ബഡ കബി നഹി ഹോ സക. അവൻ ഇത്ര വലിയവൻ എപ്പോഴും ആകാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം അവൻ അങ്ങനെയൊന്നും ചിന്തിക്കുമായിരുന്നില്ല അല്ലേ. ഉസ് ദിൻ തോ വഹ ഇത്നാ പിട്ട് ഗയാ താ കി ഉസ്കാ സാരാ ബദൻ ദുഖ് രഹാ താ. ആ ദിവസം അവൻ ഒരുപാട് അടികൊണ്ടു അല്ലേ. പിട്ടുകയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടികൊണ്ടു. പിന്നെ അവൻ്റെ ശരീരം മുഴുവനും വേദനിക്കുന്നുണ്ടായിരുന്നു. ബദൻ എന്ന് വെച്ചാൽ ശരീരം, दुख रहा था എന്ന് വെച്ചാൽ വേദനിക്കുന്നുണ്ടായിരുന്നു. दर्द हो रहा था. वह बस लगातार एक ही बात सोच रहा कि अगर एक दिन के वास्ते वह मुन्नी बाबू से बड़ा हो जाता तो समझ लेता उनसे. അപ്പോൾ എന്താണ് ഒരേ കാര്യം, ലഗാത്താർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് ഒരേ കാര്യമാണ് അവൻ ആലോചിക്കുന്നത്. ആരെ? ടോപ്പി. എന്താണ്, ഒരു ദിവസത്തിനെങ്കിലും മുന്നി ബാബുവിനെ കാട്ടിലും വലുതാണ് ഞാൻ എന്നുണ്ടെങ്കിൽ ഞാൻ ശരിയാക്കുമായിരുന്നു ഇവനെ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, മുന്നി ബാബു വലിയ ബ്രദർ ആണ് അല്ലേ. അപ്പോൾ ടോപ്പി ചെറുതാണ്, അതാ പറയുന്നത്.
परंतु മുന്നി ബാബു से बड़ा हो जाना उनके बस में तो था नहीं. ആ മുന്നി ബാബുവിനെക്കാട്ടിലും വലുതാകുക എന്നുള്ളത് ഇപ്പോൾ സംഭവിക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. വഹ മുന്നി ബാബു से छोटा पैदा हुआ था और उनसे छोटा ही रहा. മുന്നി ബാബുവിനെക്കാട്ടിലും ചെറുതായിട്ടാണ് ജനിച്ചത്. പറഞ്ഞാൽ മുന്നി ബാബു കഴിഞ്ഞിട്ടാണ് ജനിച്ചത്. ഇപ്പോഴും ചെറുത് തന്നെയാണ്. दूसरे दिन वह जब स्कूल में इफ़न से मिला तो उसने उसे सारी बातें बता दी. നെക്സ്റ്റ് ഡേ സ്കൂളിലെ ഇഫനെ കണ്ട സമയത്ത് ഇഫൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. തലേ ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. दोनों ജോഗ്രഫിയ ഖണ്ഡ ചോടുകർ സറക് ഗയെ. ജോഗ്രഫിയ എന്ന് വെച്ചാൽ ജോഗ്രഫി കേട്ടോ, ഭൂഗോള ശാസ്ത്ര ജോഗ്രഫിയെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ടുപേരും എന്ത് ചെയ്ത്, ഇഫനും ടോപ്പിയും ജോഗ്രഫി പീരീഡിനെ മെല്ലെ മിസ് ചെയ്തിട്ട്, സറക് ഗയെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെല്ലെ അങ്ങോട്ട് സ്ഥലം വിട്ടു, നിക്കൽ ഗയെ എന്ന് പറയാം, അതിനെ മിസ് ചെയ്തിട്ട് സ്ഥലം വിട്ടു. പഞ്ചം കി ദുക്കാൻ സെ ഇഫനെ കേലി ഖരീദേ. പഞ്ചമിൻ്റെ കടയിൽ നിന്ന് ഇഫൻ പഴം വാങ്ങി. ബാത് യഹ ഹെ കി ടോപ്പി ഫൽ കെ അലാവ ഓർ കിസി ചീസ് കോ ഹാത്ത് നഹി ലഗാതാ താ. കാര്യം എന്താണ്? പഴം വാങ്ങാനുള്ള കാര്യം, ടോപ്പി ഫ്രൂട്ട്സ് അല്ലാണ്ട് വേറെ ഒന്നും കഴിക്കില്ലായിരുന്നു. കാരണം എന്താണ്? നോൺ വെജ് ഒന്നും അവർ കഴിക്കില്ല. അപ്പം അങ്ങനെയുള്ളവർ വെളിയിലുള്ള സാധനങ്ങളിൽ ഒന്നും അധികം അവർ കഴിക്കാറില്ല. അപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇഫനും എന്താണ് ടോപ്പിക്ക് വേണ്ടിയിട്ട് പഴം തന്നെ വാങ്ങിച്ചത്. ഐസാ നാ ഹോ സക്താ കി ഹം ലോഗ് ദാദി ബദലേ ടോപ്പിനെ കഹ. അപ്പോൾ ഐസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ എന്ന് നമ്മൾ ഹിന്ദിയിൽ എഴുതില്ലേ, ഐസ്, എ ഐ അസ, അതിനെ തന്നെയാണ് കേട്ടോ ഐസ എന്നുള്ളതിന് ഇങ്ങനെ അവർ പ്രൊണൗൺസ് ചെയ്യണ പോലെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലേ? നമ്മളുടെ രണ്ടുപേരുടെയും ദാദിയെ എക്സ്ചേഞ്ച് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ബദൽദേ, എക്സ്ചേഞ്ച് ചെയ്തൂടെ എന്ന് ടോപ്പി ചോദിച്ചു. തോഹരി ദാദി ഹമരെ ഘർ ആ ജായ് ഓർ ഹമരി തോഹരെ ഘർ ചലി ജായ്. നിൻ്റെ ദാദി എൻ്റെ വീട്ടിലേക്ക് വരാ, എൻ്റെ ദാദി നിൻ്റെ വീട്ടിലേക്കും വരാ, അങ്ങനെ എന്താ പറ്റൂലേ എന്ന് ടോപ്പി ചോദിച്ചു. തോഹരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്ഹാരി. പിന്നെ ഹമാരി ദാദി തബ് ബോലിയ തുഹി ലോഗൻ കോ ബോൽ ഥി. അപ്പം ഞങ്ങളുടെ ദാദി എന്താണ്? നിങ്ങളുടെ അതേ ഭാഷ തന്നെയല്ലേ സംസാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇഫൻ്റെ ദാദി എന്താണ്? ടോപ്പിയുടെ അമ്മ സംസാരിക്കണ പോലെയാണ് സംസാരിക്കുക അല്ലേ. ഇഫൻ്റെ അമ്മ എന്താണ്? ടോപ്പിയുടെ ദാദി സംസാരിക്കണ പോലെ. അപ്പോൾ രണ്ടും അതേ സ്ഥലത്തെത്തും, ഒരേ ഭാഷ സംസാരിക്കുന്നവർ ഒരേ സ്ഥലത്തെത്തും അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ എന്താ ചെയ്തൂടെ എന്ന് ടോപ്പി ചോദിച്ചു. യഹ് നഹി ഹോ സക്ത ഇഫനെ കഹ. അപ്പോൾ ഇഫൻ പറഞ്ഞു, ഇത് സാധിക്കില്ല. അബു യഹ് ബാത് നഹി മാനെങ്കെ. അബു ഇത് പിതാവ് അതിന് സമ്മതിക്കില്ല. और मुझे कहानी कौन सुनाएगा. അപ്പോൾ എനിക്കിനി ആരാ കഥ കേൾപ്പിക്കുക എന്ന് ഇഫൻ പറഞ്ഞു. തുമാരി ദാദിക്കോ ബാരാ ബുർജ് കി കഹാനി ആത്തി ഹെ. നിൻ്റെ ദാദിക്ക് ബാരാ ബുർജിൻ്റെ കഥ അറിയോ എന്താ എന്ന് ഇഫൻ ചോദിച്ചു. തൂ ഹമേ ഏക് തോ ദാദിയോ ന ദേ സക്തിയോ. അതിൻ്റെ അർത്ഥം എന്താണ്? തൂ ഹമേ ഏക് തോ ദാദി നഹി ദേ സക്തേ എന്നാണ് അതിൻ്റെ ശരിക്കുള്ള സെൻറ്റൻസ് കേട്ടോ. പറഞ്ഞാൽ നീ ഒന്നാമത്തെ കാര്യം എനിക്ക് ദാദിയെ തരാൻ പറ്റില്ല. ഏക് ഠോ, ഠോ എന്ന് വെച്ചാൽ തോ എന്ന് പറയില്ലേ, താ. ഏക് തോ ദാദി നഹി ന ദേ സക്തിയോ എന്ന് വെച്ചാൽ സക്തേ, നഹി ദേ സക്തേ. ടോപ്പിനെ ഖുദ് അപ്നെ ദിൽ കോ ടൂട്ട്നെ കി ആവാസ് സുനി. ടോപ്പിക്ക് തൻ്റെ സ്വന്തം ഹൃദയം തന്നെ പൊട്ടുന്ന പോലെ ശബ്ദം കേട്ടു. जो मेरी दादी है वह मेरी अब्बू की माँ भी तो है. ഇഫൻ ने कहा. അപ്പോൾ ഇഫൻ പറഞ്ഞു, എൻ്റെ ദാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയെന്നല്ലേ അത് എന്ന് ഇഫൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അല്ലേ. ഈ ബാത്ത് ടോപ്പിക്ക് സമജ്മേ ആയി. ടോപ്പിക്ക് അത് മനസ്സിലായി, ശരി തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. തുമാരി ദാദി മേരി ദാദിക്ക് തര ബൂഡി ഹോഗി. അപ്പം നിൻ്റെ ദാദി എൻ്റെ ദാദിയെ പോലെ തന്നെ വയസ്സായതാണോ എന്ന് ഇഫൻ ചോദിച്ചു അല്ലേ. അപ്പോൾ ടോപ്പി പറഞ്ഞു, അതെ. तो फ़िक्र ना कर. എന്നാൽ പിന്നെ ടെൻഷനൊന്നും എടുക്കണ്ട. ഫിക്കർ പറഞ്ഞാൽ ചിന്താ മത് കറോ എന്ന് പറയില്ലേ. ഇഫനെ കഹ. ഇഫൻ പറഞ്ഞു, മേരി ദാദി കഹത്തി ഹെ കി ബൂഡേ ലോഗ് മർ ജാത്തേ ഹേ. അപ്പോൾ എൻ്റെ ദാദി പറയും ബൂഡേ ലോഗ്, വൃദ്ധരായിട്ടുള്ള ആൾക്കാർ, വയസ്സായവർ മരിച്ചു പോകും എന്ന് എൻ്റെ ദാദി പറയും. എന്ന് ആരാ പറഞ്ഞത്? ഇഫൻ പറഞ്ഞു. ഹമാരെ ദാദി ന മരിയോ. എൻ്റെ ദാദി ഒന്നും മരിക്കില്ല. അപ്പോൾ ടോപ്പി പറഞ്ഞു, അപ്പോൾ മരേഗി കേസെ നഹി ക്യാ മേരി ദാദി ഝൂട്ടി ഹെ. അപ്പോൾ ഇഫൻ പറഞ്ഞു, അങ്ങനെ എങ്ങനെ മരിക്കില്ല? അപ്പോൾ എൻ്റെ ദാദി എന്താ കള്ളം പറയാണോ എന്ന് ഇഫൻ പറഞ്ഞു. ठीक उसी वक्त नौकर आया और पता चला कि ഇഫൻ की दादी मर गई. ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് സെർവൻറ്റ് വന്നു. എന്നിട്ട് പറഞ്ഞു ഇഫൻ്റെ ദാദി മരിച്ചുപോയി എന്ന് പറയാൻ വേണ്ടി വന്നു. ഇഫൻ ചലാഗ. ഇഫൻ കൂട്ടിക്കൊണ്ടുപോയി. ഇഫൻ പോയി, കൂടെ വീട്ടിലേക്ക് പോയി. टोपी अकेला रह गया. टोपी ഒറ്റയ്ക്കായി അവിടെ. വ മുँह लटकाए हुए जिम्नेशियम में चला गया. അവൻ മുഹ് ലട്കായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദാസായിട്ട്, നിരാശനായിട്ട് ജിംനേഷ്യത്തിൽ പോയി. ജിംനേഷ്യം എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സ്ഥലമോ അങ്ങനെ എന്തെങ്കിലും അവിടേക്ക് പോയി. ബൂഢ ചപ്രാസി ഏക് തരഫ് ബേട്ട ബീഡി പി രഹാത്ത. ചപ്രാസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിയൂൺ അല്ലെങ്കിൽ അറ്റൻഡർ. അപ്പോൾ വൃദ്ധനായിട്ടുള്ള പിയൂണ് ഒരു സൈഡിൽ ഇരുന്ന് സിഗരറ്റ് വലിക്കുമായിരുന്നു. വഹ ഏക് കോനെ മെ ബൈഠ്കർ റോനെ ലഗ. ടോപ്പി ഒരു കോർണറിൽ പോയിരുന്ന് കരയാൻ തുടങ്ങി. ഷാം കോ വഹ ഇഫൻ കെ ഘർ ആ ഗയാ തോ വഹ സന്നാട്ടാത്ത. വൈകുന്നേരം ടോപ്പി ഇഫൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ നിശബ്ദതയായിരുന്നു. സന്നാട്ട, നിശബ്ദം, സൈലൻസ്. ഘർ ഭരാ ഹുവാത്ത. വീട് നിറഞ്ഞിരുന്നു, വീട്ടിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. റോജ് ജിത്തനെ ലോഗ് ഹുവാ കർത്തേ തേ ഉസ്സെ ജ്യാദാ ഹി
लोग थे. എപ്പോഴും എത്ര ആൾക്കാർ അവരുടെ വീട്ടിലുണ്ടാവോ അതിനെക്കാട്ടിലും കുറേ കൂടുതൽ ആൾക്കാർ തന്നെ അവിടെ ഉണ്ടായിരുന്നു. परंतु एक दादी के न होने से ടോപ്പി के लिए घर खाली हो चुका था. പക്ഷേ ദാദി മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടോപ്പിക്ക് എന്താണ്, എത്ര ആൾക്കാരുണ്ടെങ്കിലും അവിടെയൊക്കെ കാലിയായിട്ട് ആരും ഇല്ലാത്ത പോലെ തന്നെ ടോപ്പിക്ക് തോന്നി. കാരണം ടോപ്പിക്ക് അവിടെ ഏറ്റവും ഇഷ്ടമുള്ളത് ഇഫൻ്റെ ദാദിയായിരുന്നു അല്ലേ. ജബ്കി ഉസെ ദാദി കാ നാം തക് നഹി മാലൂം. എന്നാൽ ഇഫൻ്റെ ദാദിയുടെ പേര് കൂടി അറിയില്ല ടോപ്പിക്ക്. പക്ഷേ എന്താണ്, വളരെ ഇഷ്ടമായിരുന്നു. ഉസ്നെ ദാദി കെ ഹസാർ കഹനെ കെ ബാദ് ബി ഉൻകെ ഹാത്ത് കെ കോയി ചീസെ നഹി ഖായി തീ. ഈ ടോപ്പി ദാദി എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഇഫൻ്റെ ദാദി എത്ര ഹസാർ കഹനേക്ക് 1000 പ്രാവശ്യം പറഞ്ഞാലും ഒരു സാധനവും അവരുണ്ടാക്കിയത് ടോപ്പി അവിടുന്ന് കഴിക്കില്ലായിരുന്നു. കാരണം എന്താണ്, നോൺ വെജോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർ പിന്നെന്താണ് അതൊന്നും കഴിക്കരുതെന്നൊക്കെ അല്ലേ ഇവരുടെ ധർമ്മങ്ങൾ അനുസരിച്ചിട്ട്. അപ്പോൾ ഒന്നും കഴിക്കില്ലായിരുന്നു. പക്ഷേ എന്ത് കഴിക്കില്ലെങ്കിലും ആണെങ്കിൽ എന്താണ്, മനസ്സുകൊണ്ട് വളരെ സ്നേഹമുള്ളതായിരുന്നു, വളരെ ഇഷ്ടമായിരുന്നു ടോപ്പിക്ക്. ഇഫൻ്റെ ദാദിയെ ഇഷ്ടമായിരുന്നു. പ്രേം ഇൻ ബാത്തോം കാ പാബന്ദ് നഹി ഹോത്ത. അപ്പോൾ കഴിക്കില്ലേ, അപ്പോൾ കഴിക്കലും കുടിക്കലും ഒന്നും പ്രശ്നമല്ല. സ്നേഹം എന്നുള്ളത് എന്താണ്, ഈ കാര്യങ്ങൾക്കൊന്നും തടസ്സം പറഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും സ്നേഹത്തിന് തടസ്സമല്ല. പറഞ്ഞാൽ കഴിക്കില്ല കുടിക്കില്ല എന്നുള്ളതൊന്നും മനസ്സിലുള്ള സ്നേഹത്തിന് പാബന്ദ് നഹി ഹോത്ത, ഒരു തടസ്സമല്ല. ടോപ്പി ഓർ ദാദി മേ ഏക് ऐसा ही സംബന്ധം ഹോ ചുക്കാ താ. ടോപ്പിയും ദാദിയുടെയും ഇടയിൽ അങ്ങനൊരു സംബന്ധം തന്നെ അവിടെ ആയിത്തീർന്നു. അങ്ങനൊരു നല്ല റിലേഷൻ അവിടെ ഉണ്ടായിരുന്നു. इफ़न के दादा जीवित होते तो वह भी इस संबंध को बिल्कुल उसी तरह ना समझ पाते जैसे टोपी के घर वाले ना समझ पाए थे. ഇഫൻ്റെ ദാദ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ഈ റിലേഷനെ, ഏത് റിലേഷനെ, ടോപ്പിയും ഇഫൻ്റെ ദാദിയും തമ്മിലുള്ള ഈ റിലേഷനെ മനസ്സിലാക്കാനേ കഴിയില്ല. എങ്ങനെ ടോപ്പിയുടെ വീട്ടുകാരെങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലയോ, അവർക്കെങ്ങനെ കഴിഞ്ഞിട്ടില്ലയോ അതുപോലെ തന്നെ ബിൽക്കുൽ ഉസി തറ, അതേപോലെ തന്നെ ഇഫൻ്റെ ദാദയ്ക്ക് മനസ്സിലാവില്ലായിരുന്നു. ദോനോ അലഗ് അലഗ് അധൂരെ തേ. ഇവർ രണ്ടുപേരും, ആരാണ് ഈ രണ്ടുപേരെ പറയുന്നത്, ഇഫൻ്റെ ദാദിയും ടോപ്പിയും. അവർ രണ്ട് തരത്തിൽ ഇൻകംപ്ലീറ്റ് ആണ്. അധൂര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനല്ല, ഇൻകംപ്ലീറ്റ് ആണ്. പറഞ്ഞാൽ രണ്ടുപേർക്കും എന്തൊക്കെയോ മനസ്സിൽ നിരാശകളൊക്കെ ഉണ്ട് അല്ലേ. ഏക്കിനെ ദൂസരേക്കോ പൂരാ കർ ദിയാ താ. അപ്പോൾ ഒരാൾ ഇനി ഒരാളെ അത് ഫുൾഫിൽ ചെയ്തു എന്നാണ് പറയുന്നത്. പറഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരേപോലെയൊക്കെയാണ് വീട്ടിലവർ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവർ രണ്ടുപേരുടെ ഇടയിലുള്ള റിലേഷൻ അത് ഫുൾഫില്ലായി, കംപ്ലീറ്റ് ആക്കി അവർ. ദോനോ പ്യാസേത്തെ, രണ്ടുപേരും ദാഹം ഉള്ളവരായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്, വെള്ളം ദാഹമല്ല, രണ്ടുപേരും സ്നേഹത്തിന് വേണ്ടിയിട്ട് അല്ലേ. ഏകിനെ ദൂസരേക്ക് പ്യാസ് ബുച്ചാ ദീ തീ, ഒരാൾ ഇനി ഒരാളുടെ ദാഹം ശമിപ്പിച്ചു. അതിൻ്റെ അർത്ഥം അവർ തമ്മിലുള്ള സ്നേഹം അതുപോലെ ആയിരുന്നു. ദോനോ അപ്നി ഘറോമേ അജ്നബി ഓർ ഭരേ ഘർ മേ അക്കേലേത്തെ, രണ്ടുപേരും അവരവരുടെ വീട്ടിൽ, അതായത് ടോപ്പിയുടെ വീട്ടിലും ഇഫൻ്റെ ദാദിയുടെ വീട്ടിലും എന്താണ്, അപ്പനെ ഘർ അവർ സ്ട്രേഞ്ചറായിട്ട് അക്കേലേത്തെ, ഒറ്റപ്പെട്ട പോലെ ആയിരുന്നു. ദോനോനെ ഏക് ദൂസരേക്ക അക്കേലാപ്പൻ മിഠാ ദിയാ താ. പക്ഷെ രണ്ടുപേരും എന്താണ്, ഇവർ രണ്ടുപേരും കൂടി ചേർന്ന സമയത്ത് അവരുടെ ആ അക്കേലാപ്പൻ, ആ ലോൺലിനെസ് ഒക്കെ മാറിയതെല്ലാം. ഏക് 72 ബരസ് കി थी और दूसरा 8 साल का. അതിൽ ഒരാൾ 72 വയസ്സുള്ളതും ഒരാൾ 8 വയസ്സുള്ളതും അല്ലേ. ഇഫൻ്റെ ദാദിക്ക് 72 വയസ്സും ടോപ്പിക്ക് 8 വയസ്സും. എന്നാലും എന്താണ്, അവർ തമ്മിൽ അത്ര സ്നേഹമായിരുന്നു. തോരി ദാദിക്ക് ജഗ ഹമാരി ദാദി മർ ഗയി ഹോത്തി തോ ടീക് ബൈ ഹോത്ത. ടോപ്പിനെ ഇഫൻ കോ പുർസാ ദിയ. അപ്പോൾ ഈ ടോപ്പി പറയാണ് ഇവിടെ, നിൻ്റെ ദാദി മരിച്ചതിന് വരെ എൻ്റെ ദാദിയെ മരിച്ചെന്നുണ്ടെങ്കിൽ നല്ല കാര്യമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇഫൻ കോ പുർസാദിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സാന്ത്വനാദേന, സ്വാന്തനിപ്പിക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട്. इफ़न ने कोई जवाब नहीं दिया. ഇഫൻ അതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. ഉസേ ഇസ് ബാത് കാ ജവാബ് ആത്താ ഹി നഹി താ. ദോനോ ദോസ്ത് ചുപ്ചാപ്പ് റോനെ ലഗെ. ഇഫൻ അതിനെന്താ മറുപടി പറയാമെന്ന് ആക്ച്വലി പറയാനേ അറിയില്ലായിരുന്നു അല്ലേ. ഇവർ 8 വയസ്സായ കുട്ടികളാണ്, അവർക്ക് ഇപ്പോൾ എല്ലാത്തിനും കറക്റ്റായിട്ട് മറുപടി പറയാനൊന്നും അറിയില്ല. അപ്പോൾ രണ്ടുപേരും പിന്നെന്താണ്, 2 ഫ്രണ്ട്സും അവരിരുന്ന് കരയാൻ തുടങ്ങി. टोपी ने 10 अक्टूबर सन 45 को कसम खाई कि अब वह किसी ऐसे लड़के से दोस्ती नहीं करेगा जिसका बाप ऐसी नौकरी करता हो जिसमें बदली होती रहती है. അപ്പോൾ ടോപ്പി 10 ഒക്ടോബർ 45 को എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 45ൻ്റെ അടുത്ത് 1945 കസം കായെ പ്രോമിസ് ചെയ്തു. എന്താണ്, ഇനി അവൻ ആരുടെ പിന്നെ അച്ഛന്മാർക്ക് ഇതുപോലെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുകയോ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയോ അങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് ഒരിക്കലും കൂട്ടുകൂടില്ല, ഫ്രണ്ട്ഷിപ്പ് ചെയ്യില്ല എന്നവൻ പ്രോമിസ് ചെയ്തു. എന്തുകൊണ്ടാണ്, കാരണം അവരൊക്കെ പോകും കുറച്ച് കഴിയുമ്പോൾ, പിന്നെ വിഷമാവും. അതുകൊണ്ട് 10 अक्टूबर सन 45 का यूँ तो कोई महत्व नहीं, परंतु टोपी का आत्म इतिहास में इस तारीख का बहुत महत्व है.
10th October 1945 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് മഹത്വമൊന്നുമില്ല അല്ലേ, അങ്ങനെ പ്രത്യേകിച്ച് നോട്ടബിൾ ഒന്നും അല്ല അതിന്. പക്ഷേങ്കിൽ ടോപ്പിയുടെ ജീവിതത്തിൽ ആത്മ ഇതിഹാസ്മേ, ടോപ്പിയുടെ സ്വന്തം ഹിസ്റ്ററി ചരിത്രത്തിൽ അതിലൊരു പ്രത്യേക മഹത്വമുള്ള ഒരു ഡേറ്റാണത്. ക്യോങ്കി ഇസി താരീഖോ ഇഫൻ കെ പിതാവ് ബദ്ലി പർ മുറാദാബാദ് ചലേ ഗയേ. ആ ദിവസമാണ് ഇഫൻ്റെ പിതാവ് ട്രാൻസ്ഫർ ആയിട്ട് മുറാദാബാദ് പോയത്. മുറാദാബാദ് യു പിയിലെ ഒരു സ്ഥലമാണ്. इफ़न की दादी के मरने के थोड़े ही दिनों बाद यह तबादला हुआ था. ഇഫൻ്റെ ദാദി മരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞതും തന്നെ ഈ തബാദല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ, താഴെ കൊടുത്തിൻ്റെ ബദലി സ്ഥാനാന്തരൻ അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ട്രാൻസ്ഫർ അത്രേ ഉള്ളൂ, ഷിഫ്റ്റിംഗ്. അങ്ങനെ ട്രാൻസ്ഫർ ആയി. इसलिए टोपी और अकेला हो गया क्योंकि दूसरे कलेक्टर ठाकुर हरिनाम सिंह के 3 लड़कों में से कोई उसका दोस्त ना बन सका. അങ്ങനെ ടോപ്പി അവിടെ ഒറ്റയ്ക്കായി. എന്തുകൊണ്ടെന്നാൽ ദൂസരെ കലക്ടർ, ഇനിയൊരു കലക്ടർ വന്നു. അവിടെ ഇഫൻ്റെ പിതാവ് കലക്ടർ ആയിരുന്നു എന്ന് പറയുന്നുണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ പകരം ഇനിയൊരു കലക്ടർ വന്നു. അവരുടെ പേരാണ് ഹരിനാം സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ 3 ആൺമക്കളുണ്ട്. അതിൽ ആരും ടോപ്പിയുടെ ആയിരുന്നില്ല. ഡബ്ബു ബഹുത് ചോട്ടാത്ത, ഡബ്ബു ഏറ്റവും ചെറുതായിരുന്നു. ബീലു ബഹുത് ബഡാത്ത, ബീലു എന്ന് പറയുന്ന ചെറുക്കൻ വളരെ വലുതായിരുന്നു. ഗുഡ്ഡു താ തോ ബറാബർ കാ പരന്തു കേവൽ അംഗ്രേസി ബോൾത്താത്ത. ഗുഡ്ഡു ഇവർ രണ്ടുപേരുടെ ഇടയിൽ ആയിരുന്നു. അത് ഏകദേശം ടോപ്പിയുടെ ഈക്വൽ ആയിരുന്നു, ഏജ് ഗ്രൂപ്പിൻ്റെ ആയിരുന്നു. പക്ഷേങ്കിൽ അവൻ എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇഫൻ്റെ പിതാവിൻ്റെ പകരം വന്ന പുതിയ കലക്ടറാണ് ഹരിനാം സിംഗ് എന്ന് പറയുന്നത്. അവരുടെ 3 ആൺമക്കളാണ്. അതിലിടയിലുള്ള ആളാണ് ടോപ്പിയുടെ ഏജിൻ്റെ ഈക്വൽ ആയിട്ടുള്ളത്. और यह बात भी थी कि उन तीनों को इसका एहसास था कि वे कलेक्टर के बेटे हैं. പിന്നെ എഹസാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുഭൂതി, അതിൻ്റെ അർത്ഥം റിയലൈസേഷൻ, നമുക്കൊരു ബോധ്യം, റിയലൈസ് ആവുക. അപ്പോൾ പിന്നെന്താന്ന് പറയുന്നത്, പിന്നൊരു കാര്യം എന്താ പറയുന്നത്, ഉൻ തീനോക്കോ, ആ 3 കുട്ടികൾക്കും എന്താണ് വളരെ ഒരു ഭാവം എന്നൊക്കെ ഇവിടെ പറയാം കേട്ടോ. എഹസാസിന് ഒരു ബോധ്യവും ഉണ്ടായിരുന്നു. അവരുടെ അച്ഛൻ കലക്ടറാണ്, അല്ലെങ്കിൽ അവർ കലക്ടറുടെ മക്കളാണെന്നുള്ള ഒരു ബോധ്യവും ഉണ്ടായിരുന്നു മനസ്സിൽ. കിസിനെ ടോപ്പിക്കോ മൂഹ് നെയ് ലഗായ, മൂഹ് ലഗ്ന എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോണ്ടാക്റ്റിൽ ഉണ്ടാവുക. അപ്പോൾ ആരും ടോപ്പിയെ ശ്രദ്ധിച്ചതൊന്നുമില്ല, ടോപ്പിയുടെ അടുത്ത് സംസാരിക്കാനൊന്നും പോയില്ല. പറഞ്ഞാൽ ആ കുട്ടികൾക്ക് അവർ കലക്ടറുടെ മക്കളാണെന്നുള്ള ഒരു ഭാവം ഉണ്ടായിരുന്നു. മാലി ഓർ ചപ്രാസി ടോപ്പിക്കോ പെച്ചാൻതേ തേ. മാലി എന്ന് വെച്ചാൽ ഗാർഡനർ, ചപ്രാസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റൻഡർ. അപ്പോൾ അവിടുത്തെ മാലിക്കും ചപ്രാസിക്കും എല്ലാം ടോപ്പിയെ അറിയാമായിരുന്നു. ആദ്യം ഇഫനുള്ള സമയത്ത് ടോപ്പി അവിടെ പോകുമായിരുന്നു അല്ലേ, അതുകൊണ്ട് അവർക്കെല്ലാം നന്നായിട്ട് അറിയാം. ഇസ്ലിയെ വഹ ബംഗ്ലേമേ ചലാ ഗയ, അതുകൊണ്ട് എന്താണ് ആ ബംഗ്ലാവിൽ പോയി. ആരുടെ ബംഗ്ലാവിൽ? ഹരിനാം സിംഗ്, അതായത് ആദ്യം ഇഫൻ ഉണ്ടായിരുന്ന ആ ബംഗ്ലാവിൽ അവൻ പോയി. ബിലു, ഗുഡ്ഡു ഓർ ഡബ്ബു ഉസ് സമയം ക്രിക്കറ്റ് ഖേൽ രഹേ തേ. അവർക്ക് 3 ആൺമക്കളാണെന്ന് പറഞ്ഞില്ലേ, അതിൽ 3 പേരുടെ പേരാണ് ബീലു, ഗുഡ്ഡു, ഡബ്ബു. അവരെല്ലാവരും ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു ആ സമയത്ത്. ഡബ്ബുനെ ഹിറ്റ് കിയ, ഡബ്ബു ഹിറ്റ് ചെയ്തു, അടിച്ചു. ഗേന്ദ് സീതി ടോപ്പിക്ക് മൂപ്പർ ആയി, ആ ബോൾ നേരെ ടോപ്പിയുടെ മുഖത്ത് വന്ന് തട്ടി. ഉസ്നെ ഘബറാക്കർ ഹാത്ത് ഉഠായ, ഗേന്ദ് ഉസ്കെ ഹാത്തോമേ ആ ഗയ. അവൻ അങ്ങനെ പരിഭ്രമിച്ച് വേഗം ഒന്ന് ഞെട്ടില്ലേ നമ്മളെന്തായാലും മുഖത്ത് വന്ന് തട്ടുമ്പോൾ, അപ്പോൾ കൈ ഇങ്ങനെ മുകളിലേക്കാക്കി എന്നിട്ട് ആ ബോളിനെ പിടിച്ചു. ഹൗ ഇസ് ദാറ്റ്, ഇംഗ്ലീഷാണ് പറയണത്. ഹൗ ഇസ് ദാറ്റ്, എങ്ങനെയാണത് എന്ന് പറഞ്ഞു. ഹെഡ് മാലി അമ്പയർ താ, മാലി അമ്പയർ ആയിരുന്നു. അവരും ഈ കുട്ടികളുടെ കൂടെ കളിക്കുകയായിരുന്നു അല്ലേ. ഉസ്നെ ഉംഗലി ഉഠാദി, അപ്പോൾ അദ്ദേഹം അങ്ങനെ വിരലിങ്ങനെ പൊക്കി കാണിച്ചു. വഹ് ബേചാര കേവൽ യഹ് സമझ സകാ कि जब ഹൗസ് ദാറ്റ് കാ ഷോർ ഹോ തോ ഉസെ ഉംഗലി ഉഠാ ദേനി ചാഹിയേ. പാവം നമ്മുടെ ടോപ്പിക്കപ്പോൾ അധികം ഇംഗ്ലീഷൊന്നും അറിയില്ല, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ടോപ്പിക്ക് എന്താണ് മനസ്സിലായത്? ഹൗ ഇസ് ദാറ്റ് എന്ന് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിരലിങ്ങനെ പൊക്കി കാണിക്കണം എന്ന് അവൻ വിചാരിച്ചു. ഹൂ ആർ യു, ഡബ്ബുനെ സവാൽ കിയ. അപ്പോൾ ഹൂ ആർ യു, നീ ആരാണ് എന്ന് ഡബ്ബു ചോദിച്ചു. ബൽഭദ്ർ നാരായൺ, ടോപ്പിനെ ജവാബ് ദിയ. അപ്പോൾ ടോപ്പി ഉത്തരം പറഞ്ഞു ബൽഭദ്ർ നാരായൺ എന്ന് അവരുടെ പേര് പറഞ്ഞു. ഹൂ ഈസ് യുവർ ഫാദർ, ഈ സവാൽ ഗുഡ്ഡുനെ കിയ. നിൻ്റെ ഫാദർ ആരാണ്, ഇത് ഗുഡ്ഡു ആണ് ചോദിച്ചത്. ഭൃഗു നാരായൺ എന്ന് ടോപ്പി പറഞ്ഞു. ബീലുനെ അമ്പയർ കോ ആവാസ് ദി, ബീലു അമ്പയറിനെ വിളിച്ചു. അമ്പയർ
ആരാണ്? മാലിയാണ് അല്ലേ ഇവിടെ. ഏ ഭൃഗു നാരായൺ കോൻ ഏ എനി ഓഫ് അവർ ചപ്രാസീസ്. എന്നിട്ട് ചോദിച്ചു ഈ ഭൃഗു നാരായൺ ആരാണ്? നമ്മളുടെ ചപ്രാസിയിൽ അറ്റൻഡർമാരിൽ ആരെങ്കിലും ആണോ? പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ അറ്റൻഡർമാരുണ്ടാവും അല്ലേ. നഹി സാഹബ് അമ്പയറിനെ കഹ സെഹർ കെ മസ്ഹൂർ ഡാക്തർ ഹെ. അപ്പം അല്ല സാർ അമ്പയർ പറഞ്ഞു. അതിൻ്റെ അർത്ഥം ആ മാലി പറഞ്ഞു സെഹർ കെ മസ്ഹൂർ ഡാക്തർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെഹർ കെ മഷ്ഹൂർ ഡോക്ടർ ഹെ എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ, അവരുടെ ഭാഷ. സെഹർ എന്ന് വെച്ചാൽ ഷെഹർ സിറ്റിയിൽ, മഷ്ഹൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസിദ്ധനായിട്ടുള്ള ഡോക്ടർ, ഡാക്തർ അല്ല ഡോക്ടറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ യു മീൻ ഡോക്ടർ? ഡബ്ബുവിനെ സവാൽ കിയ. അപ്പോൾ ഡബ്ബു ചോദിച്ചു യു മീൻ നിങ്ങൾ പറയുന്നത് ഡോക്ടർ എന്നാണോ എന്ന് ചോദിച്ചു. കറക്റ്റ് ചെയ്തു. യെസ് സർ ഹെഡ് മാലിക്കോ ഇത്തിനി അംഗ്രേസി ആകെത്തി. യെസ് സാർ എന്ന് ഹെഡ് മാലി പറഞ്ഞു. അപ്പോൾ മാലിക്ക് ഇത്രയൊക്കെ ഇംഗ്ലീഷ് അറിഞ്ഞു തുടങ്ങി എന്ന് പറയുന്നത്. ബട്ട് ഹീ ലുക്ക് സോ ക്ലംസി ബീലു ബോല. അപ്പോൾ ബീലു പറഞ്ഞു അവൻ വല്ലാണ്ട് ക്ലംസി ആയിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തിയില്ലാണ്ട്, ബദ്ദ എന്ന് പറയാം, ക്ലംസി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ കണ്ടല്ലോ. അതിൻ്റെ അർത്ഥം ഡോക്ടറുടെ മകനാണ് എന്നിട്ടും പക്ഷെ അതുപോലൊന്നും തോന്നുന്നില്ല എന്ന് അർത്ഥം. ടോപ്പി അക്കടുക. അങ്ങനെ പറഞ്ഞപ്പോൾ ടോപ്പിക്ക് ദേഷ്യം വന്നു. അക്കടന എന്ന് വെച്ചാൽ കുറച്ച് സീരിയസ് ആവുക, കുറച്ച് ഘമണ്ട് എന്നൊക്കെ പറയാം. കുറച്ച് സീരിയസ് ആയി ഗംഭീരമായി പറഞ്ഞു. തനി ജബനിയ സംഭാൽക്കെ ബോലോ. തുമാര ജബാൻ സംഭാൽക്കെ ബോലോ. കുറച്ച് അല്ലെങ്കിൽ തോടാ ജബാൻ സംഭാൽക്കെ ബോലോ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം കുറച്ച് സൂക്ഷിച്ച് സംസാരിക്കണം. ഏക്ക് ലപ്പട് മേ നാച്ചേ ലഗി ഹോ. ലപ്പട് എന്ന് വെച്ചാൽ തപ്പട്, അടി. ഒരടി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വീഴ് നോക്കിക്കോ നീ. ഓഹോ യു ബീലുനെ ഹാത്ത് ചലാദിയ. നീ ഇങ്ങനെയൊക്കെ പറയുമോ എന്ന് പറഞ്ഞിട്ട് ബീലു എന്ത് ചെയ്ത് ഒരടി വെച്ച് കൊടുത്തു. ടോപ്പി ലുട്ടക്കയ. ടോപ്പി അവിടെ വീണു. ഫിർ വഹ് ഗാലിയാം ബക്താ ഹുവാ ഉഠ. പിന്നെ എന്തൊക്കെയോ തെറികളൊക്കെ പറഞ്ഞുകൊണ്ട് എണീറ്റു ടോപ്പി. परंतु हेड माली बीच में आ गया और डब्बू ने अपने अल्सेशन को शुष्कार दिया. शुष्कारना എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? താഴെ മീനിങ് കൊടുത്തിട്ടുണ്ട്. കുത്തിയെ കോ കിസി കെ പീछे लगाने के लिए निकाली जाने वाली आवाज़. പട്ടിയെ ആരുടെങ്കിലും പിന്നാലേക്ക് ഓട്ടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ശബ്ദത്തിൽ ഇങ്ങനെ നമ്മൾ പറയില്ലേ, അതിനെയാണ് ശുഷ്കാർണ എന്ന് പറയുക. പിന്നെന്താ ഈ പരന്തു ഹെഡ് മാലി ബീച്ച് മേ ആകുക. അപ്പം ഹെഡ് മാലി വേഗം ഇവരുടെ വഴക്കിൻ്റെ ഇടയിൽ വന്നു. അപ്പം പിന്നെന്താണ് ഡബ്ബു, പിന്നെ അതിനോടൊപ്പം തന്നെ ഡബ്ബു അവൻ്റെ അൽസേഷ്യൻ പട്ടിയെയും പിന്നെ ഇവൻ്റെ പിന്നാലെ അഴിച്ചു വിട്ടു. അങ്ങോട്ട് ടോപ്പിയുടെ പിന്നാലെ. പേട്ട് മേ സാത്ത് സുയ്യാം ബുക്കിത്തോ ടോപ്പിക്കോ ഹോഷ് ടിക്കിനെ ആയ. അതിൻ്റെ അർത്ഥം എന്താണ്? ടോപ്പിയെ കടിച്ചു. ആ നായ ടോപ്പിയെ കടിച്ചു. ഇപ്പോൾ സാത്ത് സുയ്യാം ബുക്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 ഇഞ്ചക്ഷൻ പിന്നെ ഇട്ട സമയത്ത്. ബുക്ന എന്ന് വെച്ചാൽ ചുബാന, കുത്തുക. ചുബാന കുത്തുക. സുയ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചക്ഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വയറ്റിൽ 7 ഇഞ്ചക്ഷൻ എടുത്ത സമയത്ത് ടോപ്പിക്ക് ബോധം വന്നു. അതിൻ്റെ അർത്ഥം ടോപ്പിക്ക് അപ്പോഴാണ് കാര്യം മനസ്സിലായത്, ശരിയാണ് ഇവരൊന്നും ശരിയല്ല, ഇങ്ങനെ ഇവരുടെ അടുത്തൊന്നും പോകരുത് എന്നൊക്കെ മനസ്സിലായി അതിൻ്റെ അർത്ഥം. ഓർ ഫിർ ഉസ്നെ കളക്ടർ സാഹബ് കെ ബംഗ്ലേക്ക റുക്ക് നെഹി കിയ. റുക്ക് നെഹി കിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖം കാണിച്ചില്ല. റുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അർത്ഥം എന്താണ്? ചെഹര ദിഖാന. പിന്നെ അതിൻ്റെ ശേഷം ആ കളക്ടറുടെ വീട്ടിൽ അവൻ്റെ മുഖം കാണിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം പോയിട്ടില്ല. परंतु प्रश्न यह खड़ा हो गया कि फिर आखिर वह करे क्या. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടുത്തെ ചോദ്യം എന്താണ്? അവൻ പിന്നെ എന്ത് ചെയ്യും? അവൻ ആരുമില്ല അല്ലേ, പിന്നെ അവൻ എന്ത് ചെയ്യും? घर में ले देकर बूढ़ी नौकरानी सीता थी जो उसका दुख दर्द समझती थी. ले देकर എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടും കൊടുത്തിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? ആകെ കൂടി, പോയും എന്നൊക്കെ പറയില്ലേ നമ്മൾ പച്ച മലയാളത്തിൽ അങ്ങനെ. അപ്പോൾ വീട്ടിൽ ആകെ കൂടി പിന്നെന്താണ്? വയസ്സായിട്ടുള്ള ആ സെർവൻ്റ്, ആ മെയ്ഡ് സീതയാണ് ഉണ്ടായിരുന്നത്. അവൻ്റെ വേദന, അവൻ്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കാൻ മാത്രം. തോ വഹ് ഉസിക്ക് പല്ലുമേ ചലാകയ. അപ്പോൾ അവൻ എന്താണ്? ടോപ്പി അവളുടെ സീതയുടെ പല്ലു പോയി. പല്ലു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ സാരിയുടെ മുന്താണി എന്നൊക്കെ പറയില്ലേ, അത്. അതിൻ്റെ അർത്ഥം എന്താണ്? അവളുടെ സപ്പോർട്ടിൽ, അവളുടെ സഹാര എന്ന് പറയാൻ പറ്റും. അവളുടെ കൂടെ നിൽക്കാൻ തുടങ്ങി. और सीता की छाया में जाने के बाद उसकी आत्मा भी छोटी हो गई. ആത്മാ ചോട്ടി ഹോന എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ സീതയെ എന്താണ്? അവൾ മെയ്ഡാണ് അല്ലേ, അപ്പോൾ ഒരു ചെറിയതായിട്ടാണ് അവിടെ കാണുന്നത്. അപ്പോൾ അവളുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെയും അതുപോലെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ, ഒരു റെസ്പെക്റ്റ് കുറഞ്ഞിട്ടാണ്. അപ്പോൾ ടോപ്പിയും അതുപോലെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി എന്നർത്ഥം. അങ്ങനെ സീതയുടെ നിഴലിൽ, സീതയുടെ സപ്പോർട്ടിൽ പോയതിന് ശേഷം അവനെയും ചെറുതായി കാണാൻ തുടങ്ങി. ആത്മാ ചോട്ടി ഹോന, ആത്മസമ്മാൻ നഷ്ട ഹോന എന്നൊക്കെ പറയാം.
സീതാക്കോ ഘർ കെ സഭി ബഡേ ചോട്ടെ ഡാണ്ട് ലിയാ കർത്തേ തേ. സീതയെ വീട്ടിലുള്ള വലിയവരും ചെറിയവരും എല്ലാം വഴക്ക് പറയുമായിരുന്നു. ടോപ്പി കോ ഭി ഘർ മേ സഭി ചോട്ടെ ബഡേ ഡാണ്ട് ലിയാ കർത്തേ തേ. ടോപ്പിയെയും അതേപോലെ തന്നെ വീട്ടിലെല്ലാ ചെറിയവരും വലിയവരും വഴക്ക് പറയുമായിരുന്നു. ഇസ്ലിയെ ദോനോ ഏക് ദൂസരെ സെ പ്യാർ കർനെ ലഗെ. അതുകൊണ്ടെന്താണ് രണ്ടുപേരുടെയും കണ്ടീഷൻ ഒരേപോലെ ആയതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹത്തോടെ ഇരിക്കാൻ തുടങ്ങി. ടേക്ക് മത് കിയാ കറോ ബാബു. ഏക് രാത് ജബ് മുന്നി ബാബു और भैरव का दाज करने पर वह बहुत पिटा तो सीता ने उसे अपनी कोठरी में ले जाकर समझाना शुरू कर लिया. ടേക്ക് മത്ത് കിയാ കറോ. ടേക്ക് കറണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ആവശ്യമില്ലാതെ എന്തെങ്കിലും പറയണ്ട, അല്ലെങ്കിൽ ആവശ്യമില്ലാണ്ട് എന്തെങ്കിലും പണി വാങ്ങിക്കണ്ട എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. ശരിക്കും ടേക്ക് ലേനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് എടുക്കുക, നമ്മളിങ്ങനെ ചാരി നിൽക്കുകയൊക്കെ ചെയ്യില്ലേ, അതിനെയും പറയും കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്, വെറുതെ ആവശ്യമില്ലാണ്ട് എന്തിനെങ്കിലും ഒന്നും പോണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാത്രി എന്തായി, മുന്നി ബാബുവും ഭൈരവിൻ്റെ അടുത്ത് എന്തൊക്കെയോ ഇവൻ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ടാവും, എന്തൊക്കെയോ ഒപ്പത്തിനൊപ്പം പറഞ്ഞ് നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നിൽക്കുമായിരുന്നു. ആ സമയത്ത് എന്തായി, ദാജ് കർണ വെച്ചിട്ടുണ്ടെങ്കിൽ ബരാബരി പറഞ്ഞാൽ ഈക്വൽ, തുല്യത, അതിൻ്റെ അർത്ഥം ഒപ്പത്തിനൊപ്പം എന്തൊക്കെയോ പറഞ്ഞ് നിൽക്കുക. അപ്പോൾ വഹ ബഹുത് പിട്ട, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം അവൻ കുറേ ടീസ് ചെയ്യാന്നും പറയാൻ പറ്റും, അവന് കുറേ അടി കിട്ടി ടോപ്പിക്ക്. അപ്പോൾ സീതാനെ ഉസ്സെ അപ്പനി കോട്ടറി മേ ലേ ജാക്കർ സംജാന ശുരു കർ ലിയ. അപ്പോൾ സീത എന്ത് ചെയ്ത്, അവളുടെ റൂമിലേക്ക്, സീതയുടെ മെയ്ഡിൻ്റെ വല്ല റൂം ഉണ്ടാവും, ചെറിയ റൂം വല്ലതും, അതിനെയാണ് കോട്ടറി എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ ടോപ്പിയെ കൊണ്ടുപോയി അവനെ മനസ്സിലാക്കി പിച്ചു, അവനെ പറഞ്ഞ് മനസ്സിലാക്കി. ബാത്ത് യഹ് ഹുയിക്ക് ജാഡോ കെ ദിൻത്തെ. അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജാഡ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻ്റർ. അപ്പോൾ തണുപ്പുള്ള സമയമായിരുന്നു, വിൻ്റർ സീസൺ ആയിരുന്നു. മുന്നി ബാബു കെ ലിയെ കോട്ട് കാ നയാ കപ്പട ആയ. മുന്നി ബാബുവിന് കോട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയ തുണി കൊണ്ടുവന്നു. ഭൈരവ് കെ ലിയെ ബി നയാ കോട്ട് ബന. ഭൈരവിനും പുതിയ കോട്ട് ഉണ്ടാക്കി, പുതിയ കോട്ട് തെച്ചുകൊണ്ടുവന്നു. ടോപ്പിക്കോ മുന്നി ബാബു കാ കോട്ട് മില. ടോപ്പിക്കോ മുന്നി ബാബുവിൻ്റെ കോട്ടിന് ടോപ്പിക്ക് കൊടുത്തു. കോട്ട് ബിൽക്കുൽ നയാത്ത. കോട്ട് പുതിയ തന്നെ ആയിരുന്നു, മുന്നി ബാബുവിൻ്റെയാണ് കൊടുത്തതെന്നുണ്ടെങ്കിലും പക്ഷേ പുതിയത് തന്നെ ആയിരുന്നു. മുന്നി ബാബുക്കോ പസന്ദ് നെഹി ആയാ താ. മുന്നി ബാബുവിന് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഫിർ ബി ബനാത്തോ താ ഉനി കെ ലിയേ താ തോ ഉത്രൻ. അപ്പം എന്താ പറയുന്നത്, എന്നാലും മുന്നി ബാബുവിന് വേണ്ടിയിട്ടല്ലേ അത് ഉണ്ടാക്കിയത്, മുന്നി ബാബുവിന് വേണ്ടി കൊണ്ടുവന്നതല്ലേ. താ തോ ഉത്രൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മറ്റുള്ളവരുടെ, ഉത്രൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ യൂസ് ചെയ്തിട്ട് കിട്ടുന്നത്, യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എന്താണ്, ഒരാൾക്ക് വേണ്ടി കൊണ്ടുവന്നത് ഇവന് കൊടുക്കുകയല്ലേ, അതാണ് പറയുന്നത്. ടോപ്പിനെ വഹ് കോട്ട് ഉസി വക്ത് ദൂസരി നോക്കറാനി കേത്കി കെ ബേട്ടേക്കോ ദേ ദിയ. ടോപ്പി എന്താ ചെയ്തത്, അതേസമയം തന്നെ ആ കോട്ടിനെ ഇനിയൊരു മെയ്ഡ് അവരുടെ വീട്ടിലെ കേത്തക്കി എന്ന് പറഞ്ഞ അവളുടെ കുട്ടിക്ക് കൊടുത്തു, അവളുടെ മകന് കൊടുത്തു അതിനെ ടോപ്പി. വഹ ഖുഷ് ഹോ ഗയാ. ആ കുട്ടി സന്തോഷമായി, കാരണം പുതിയ കോട്ടാണല്ലേ. നൗക്കറാനി കെ ബच्चे को ദേ ദി ജാനെ വാലി ചീസ് വാപ്പസ് തോ ലീ നഹി ജാ സക്തി തീ. മെയ്ഡിൻ്റെ കുട്ടിക്ക് കൊടുത്തതാണ്, അത് കൊടുത്തത് പിന്നെ നമ്മൾ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, തിരിച്ചു വാങ്ങിക്കാൻ പറ്റില്ല. ഇസ്ലിയെ തയ ഹുവാ കി ടോപ്പി ജാഡ ഖായെ. അപ്പം തീരുമാനമായി, എന്താണ്, ടോപ്പി ഇനി തണുത്ത് വരച്ചുകൊണ്ടിരിക്കുക, ഈ വിൻ്റർ ടോപ്പി തണുത്തുകൊണ്ടിരിക്കുക എന്ന് തീരുമാനമായി. ഹം ജാഡ ഓടാ നാ ഖായെങ്കെ ബാത്ത് ഖായെങ്കെ ടോപ്പിനെ കഹ. അപ്പം ടോപ്പി പറഞ്ഞു, നമ്മൾ കുട്ടികളൊക്കെ പറയില്ല എന്തെങ്കിലും അതുപോലെ, ഞാൻ ജാഡ ഓടാ ഒന്നും ഞാൻ തിന്നുന്നില്ല, ഞാൻ ചോറ് കഴിക്കും. ബാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കേട്ടോ, ഞാൻ അതാണ് കഴിക്കണത് എന്ന് ടോപ്പി പറഞ്ഞു. അപ്പോൾ തും ജൂത്തേ ഖാओगे സുഭദ്രാദേവി ബോലി. നീ ചപ്പൽ തിന്നും, അതിൻ്റെ അർത്ഥം എന്താണ്, ചപ്പൽ കൊണ്ട് അടി കിട്ടും എന്നാണ്. ജൂത്തേ ഖാओगे എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂത്തേ സെ മാർ ഖാओगे എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ സുഭദ്രാദേവി അങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞത്, ആപ്കോ യഹ് നാ മാലൂം കി ജൂത്ത ഖായാ നാ ജാത്ത പെഹനാ ജാത്ത ഹെ. അപ്പോൾ ടോപ്പി എന്താ പറഞ്ഞത്, താങ്കൾക്ക് ഇത്രയും കൂടി അറിയില്ലേ, ജൂത്ത തിന്നുകയല്ല ചെയ്യുക, ജൂത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെരുപ്പ്, തിന്നല്ല ചെയ്യുക, അതിനെ ഇടുകയാണ്, ധരിക്കുകയാണ് ചെയ്യാന്നും കൂടി അറിയില്ലേ എന്ന് ടോപ്പി പറഞ്ഞു. അപ്പോൾ ദാദി സെ ബത്തമിസി കർത്തേ ഹോ മുന്നി ബാബുവിനെ ബിഗഡ് കർ കഹ. അപ്പോൾ മുന്നി ബാബു പറഞ്ഞു, പിന്നെ ദാദിയെ കൊണ്ട് നീ മര്യാദ ഇല്ലാണ്ട് പെരുമാറുകയാണോ എന്ന് പറഞ്ഞു. ബത്തമീസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മര്യാദയില്ലാതെ, തമീസ് എന്ന് വെച്ചാൽ മര്യാദ, ബത്തമീസ് അതിൻ്റെ ഓപ്പോസിറ്റ്. താക്ക ഹം ഇൻകി പൂജ കരേ, പിന്നെന്താ ഞാൻ ഇവരുടെ പൂജ ചെയ്യണോ എന്ന് ടോപ്പി ചോദിച്ചു. ഫിർ ക്യാ താ, ദാദിനെ ആസ്മാൻ സിർ പർ ഉഠാ ലിയ, രാം ദുലാരിനെ ഉസെ പീട്ട്ന ശുരു കർ ലിയ. ആസ്മാൻ സിർ പർ ഉഠാ ലേന എന്ന് വെച്ചാൽ അതൊരു മുഹാവരയാണ്, പറഞ്ഞാൽ ബഹുത് ജ്യാദ ഉധം മച്ചാന എന്ന് പറയാം, അല്ലെങ്കിൽ ഉപദ്രവ് കടാ കർണ. ഉധം ബഹുത് ജ്യാദ ഉധം മച്ചാന. ഉധം എന്ന് വെച്ചാൽ ധനുഷിൻ്റെ മച്ചാന എന്ന് വെച്ചാൽ ഭയങ്കര ബഹളം വെക്കുക, പറഞ്ഞാൽ ഭയങ്കര, നമ്മൾ ചെറിയ എന്തെങ്കിലും കാര്യത്തിന് ആവശ്യമില്ലാണ്ടങ്ങോട്ട് എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കില്ലേ, അതിനാണ് ആസ്മാൻ സർപ്പർ ഉഠാന എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ടോപ്പി ഇങ്ങനെയൊക്കെ മറുപടി കൊടുത്തപ്പോൾ ദാദി ഭയങ്കര ബഹളമായി, അവിടെ രാം ദുലാരി പിന്നെയും പാവത്തിനെ അടിക്കാൻ തുടങ്ങി.
तू 10वीं में पहुँच ഗായിൽ ബാട് സീതാനെ കഹ. അപ്പോൾ സീത പറഞ്ഞു, ആ നീയെ 10ാം ക്ലാസ്സിൽ എത്തിയില്ലേ, വലുതായില്ലേ എന്നൊക്കെ പറയുകയാണ്. തൂ 10वीं ക്ലാസ് में पहुँच गया ना, बड़ा हो गया എന്നൊക്കെയാണ് പറയണത് അല്ലേ. तू है दादी से टराव के ता ना चाही किनो ഊ താഹർ ദാദി ബാഡിൻ. അപ്പോൾ എന്താ പറയുന്നത്, ദാദിയുടെ അടുത്ത് നീ എന്തിനാണ് തർക്കിക്കാനൊക്കെ പോകുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, തൂ ദാദി സെ ടറാവ്. ടറാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മീനിങ് കൊടുത്തിട്ടുണ്ട്. എന്താണ്, ജബാൻ ലടാന ബഡ് കർണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്, ഒപ്പത്തിനൊപ്പം പറയുക, തർക്കിക്കുക. അപ്പോൾ ടക്രാവ് എന്നൊക്കെ പറയാം. അപ്പോൾ തൂ ദാദി സെ ക്യൂം ടക്രാവ് കർണ, ദാദി സെ ഇസ് തറ ബാത് നെഹി കർണ എന്നൊക്കെ പറയണേ. താ നാ താ ചാഹി, അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. ऐसा बात नहीं करना चाहिए. किनो ഊ തോഹർ ദാദി ബാഡിൻ. എന്തായാലും നിൻ്റെ ദാദിയല്ലേ, തുമാരാ ദാദി ഹെന ബഡി ഹെന എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. सीता ने तो बड़ी आसानी से कह दिया कि वह 10वीं में पहुंच गया है, परंतु यह बात इतनी आसान नहीं थी. 10वीं में पहुंचने के लिए उसे बड़े बड़े पापड़ बेलने पड़े. സീത വളരെ എളുപ്പത്തിൽ പറഞ്ഞു, നീ 10ാം ക്ലാസ് എത്തിയില്ലേ എന്നൊക്കെ. പക്ഷേ ഈ കാര്യം ഇത്ര എളുപ്പമല്ലായിരുന്നു. 10ാം ക്ലാസ്സിൽ എത്തുക എന്നുള്ളതൊന്നും ഇത്ര എളുപ്പമല്ല. 10वीं में पहुंचने के लिए बड़े पापड़ बेलने पड़े. പാപ്പട് ബേൽന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം പരത്തുക. ബേൽന എന്ന് വെച്ചാൽ അങ്ങനെ പരത്തുക. അതിൻ്റെ അർത്ഥം എന്താണ്, വളരെയധികം സ്ട്രഗിൾ ചെയ്യുക, ബഹുത് ജ്യാദ മെഹനത്ത് കർണ, കടി മെഹനത്ത് കർണ എന്നൊക്കെ പറയാം. പാപ്പട് ബേലിന് അത് മുഹാവരയാണ് കേട്ടോ. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. 2 साल तो वह फेल ही हुआ. 2 വർഷം അവൻ ഫെയിലായി ടോപ്പി. 90 में तो वह सन 49 ही में पहुँच गया था. 9ാം ക്ലാസ്സിൽ എപ്പോഴാണ്, 1949 അവൻ 9ാം ക്ലാസ്സിൽ എത്തിയത്. परंतु 10वीं में वह सन 52 में पहुँच सका. പക്ഷേ പിന്നെ 10ാം ക്ലാസ്സിൽ എപ്പോഴാണ് എത്തിയത് അവൻ, 52-ൽ 52 ഇപ്പം 49-ൽ 1949-ൽ 9 ആണെന്നുണ്ടെങ്കിൽ 50-ൽ അല്ലെങ്കിൽ 51-ലോ ഒക്കെ പിന്നെന്താണ് 10th എത്തേണ്ടതല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവൻ എപ്പോഴാണ് 52-ലാണ് അവൻ എത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അതാണ് പറയുന്നത്, അവൻ 2 വർഷം ഫെയിലായി. जब वह पहली बार फेल हुआ तो मुन्नी बाबू इंटरमीडिएट में फर्स्ट आए. ആദ്യം അവൻ ഫെയിലായ സമയത്ത്, ഫസ്റ്റ് ടൈം അവൻ ഫെയിലായ സമയത്ത്, ടോപ്പി ഫെയിലായ സമയത്ത് മുന്നി ബാബു ഇൻ്റർമീഡിയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11th 12th ഫസ്റ്റ് വന്നു. और ഭൈരവ് छठे ഭൈരവ് 6ാം ക്ലാസ്സിലും. സാരേ ഘർ ने उसे जबान की नोक पर रख लिया. जबान की नोक पर रखना എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ജബാൻ എന്ന് വെച്ചാൽ നാവ്, നോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ളത്, അതിൻ്റെ പറഞ്ഞാൽ തുമ്പിൽ എന്ന് പറയാം. എല്ലാവരും അവരുടെ നാവിൻ്റെ തുമ്പിൽ അവനെ വെച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വരച്ച വരിയിൽ നിർത്തുക എന്ന് പറയില്ലേ. എക്സാക്റ്റ് അതല്ല, എന്നാലും ഏകദേശം അങ്ങനെ തന്നെയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, എല്ലാവരും അവനെ അത് ചെയ്യുക അങ്ങനെ എങ്ങനെ പറഞ്ഞാൽ അവനെ എല്ലാവരും കേൾപ്പിക്കും. കാരണം പഠിക്കാണ്ടായി ഫെയിലായി. അപ്പോൾ അവന് അങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പം എല്ലാവരും പറഞ്ഞത് അവൻ കേൾക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയായിപ്പോയി. അവൻ കുറേ കരഞ്ഞു. ബാത്ത് യഹി നഹി തീ കി വഹ ഗൗദി ഥാ. കാര്യം ഇതൊന്നും ആയിരുന്നില്ല, അവൻ ബുദ്ധു ആണെന്നൊന്നും ആയിരുന്നില്ല കാര്യം. ഗൗദി എന്ന് വെച്ചാൽ ബുദ്ധു, ഭോന്തു എന്നെഴുതിയിട്ടുണ്ട്. പറഞ്ഞാൽ അവൻ ബുദ്ധിയില്ല ഒന്നും അല്ല ഇതിൻ്റെ അർത്ഥം. കാഫി തേജ് താ, അവൻ നല്ല പിന്നെ ഫാസ്റ്റ് തന്നെ ആയിരുന്നു. परंतु उसे कोई पढ़ने ही नहीं देता था. അവനെ പഠിക്കാനേ സമ്മതിക്കില്ലായിരുന്നു ആരും. വഹ ജബ് പഠനെ ബൈഠത്താ മുന്നി ബാബുക്കോ കോയി കാം നിക്കൽ ആത്താ. അവൻ പഠിക്കാനിരിക്കുമ്പോഴേക്കും മുന്നി ബാബുവിന് എന്തെങ്കിലും പണി വരും. യാ രാം ദുലാരിക്കോ കോയി ऐसी चीज़ मंगवानी पड़ जाती जो नौकरों से नहीं मंगवाई जा सकती थी. അല്ലെങ്കിൽ രാം ദുലാരിക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമായിട്ട് വരും. അത് അവരുടെ സർവൻറ്റിൻ്റെ അടുത്ത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. യഹ് സബ് കുച്ച് ന ഹോത്താ തോ പതാ ചൽത്താ കി ഭൈരവ് നെ ഉസ്കി കോപ്പിയോ കെ ഹവായി ജഹാസ് ഉടാ ഡാലേ ഹെ. ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഭൈരവ് അവൻ്റെ നോട്ട്ബുക്കൊക്കെ എടുത്ത് അതുകൊണ്ട് പിന്നെ ഹവായി ജഹാസ് എയ്റോപ്ലെയിൻ ഉണ്ടാക്കി കളിക്കുന്നുണ്ടാവും, അതിനെ പറപ്പിക്കുന്നുണ്ടാവും. ദൂസരേ സാൽ ഉസേ ടൈഫോയിഡ് ഹോ ഗയാ. 2ാമത്തെ വർഷം അവന് ടൈഫോയിഡായി. തീസരേ സാൽ വഹ് 3rd ഡിവിഷൻ में പാസ് ഹോ ഗയാ. 3ാമത്തെ വർഷം അവൻ 3rd क्लासिൽ പാസ്സായി. यह 3rd डिवीजन कलंक के टीके की तरह उसके माथे से चिपक गया. കളങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ നമ്മൾ കളങ്കം തന്നെ പറയും. ടീക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അടയാളം, സ്റ്റാമ്പ് എന്ന് പറയാം. നമ്മൾ വാക്സിനേഷനും ഹിന്ദിയിൽ പറയും കേട്ടോ ടീക്ക, പക്ഷേ ഇവിടെ അതല്ല, സ്റ്റാമ്പ് പറഞ്ഞാൽ എന്തെങ്കിലും പക്കായിട്ടുള്ള അടയാളം. അപ്പോൾ ഈ 3rd ക്ലാസ്സിൽ പാസ്സായത് എന്താണ്, അവൻ്റെ നെറ്റിയിൽ എന്തോ ഒരു കളങ്കം പോലെ പറഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തത് ചെയ്ത പോലെ അങ്ങനെ ഒരു അടയാളമായി മാറിയത്. परंतु हमें उसकी मुश्किलों को भी ध्यान में रखना चाहिए. പക്ഷേ നമ്മൾ അവൻ്റെ ഈ ബുദ്ധിമുട്ടുകളും ഒക്കെ ഓർമ്മയിൽ വെക്കണം, നമ്മൾ ശ്രദ്ധിക്കണം.
सन 49 में वह अपने साथियों के साथ था. 1950 അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെയായിരുന്നു. 9th ക്ലാസ്സിലായിരുന്നു അല്ലേ. വഹ ഫെയിൽ ഹോ ഗയ, ആ വർഷം അവൻ ഫെയിലായി. സാത്തി ആകെ നിക്കൽ ഗയെ, അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം മുന്നോട്ട് പോയി. പറഞ്ഞാൽ അവരെല്ലാം 10th ക്ലാസ്സിലേക്ക് പോയി അല്ലേ. വഹ രഹ ഗയ, അവൻ അവിടെ തന്നെയായി, 9ലായി. सन 50 में उसे उसी दर्जे में उन लड़कों के साथ बैठना पड़ा जो पिछले साल 8वें में थे. അപ്പോൾ 1950 അവന് ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. പറഞ്ഞാൽ അതിൻ്റെ മുമ്പേ 8ാം ക്ലാസ്സിലായിരുന്ന കുട്ടികൾ 9ാം ക്ലാസ്സിലെത്തി. അപ്പോൾ ഇവൻ 9ലായിരുന്നു, ഇവൻ 9ൽ ഫെയിലായി അല്ലേ. അപ്പോൾ ആ കുട്ടികളുടെ കൂടെ തന്നെ അവന് ഇരിക്കേണ്ടി വന്നു. പീछे वालों के साथ एक ही दर्जे में बैठना कोई आसान काम नहीं है. അവൻ്റെ പിന്നാലിൽ നിന്ന് വന്നവർ പറഞ്ഞാൽ അവനെക്കാട്ടിലും ചെറുതായിട്ടുള്ള കുട്ടികൾ അവൻ്റെ കൂടെ എത്തിയപ്പോൾ അല്ലേ, അങ്ങനെ വന്നവരുടെ കൂടെ ഒരേ ക്ലാസ്സിൽ ഇരിക്കുക പറഞ്ഞാൽ അത് എളുപ്പപ്പണിയൊന്നുമല്ല അല്ലേ. അത് ഭയങ്കര മനസ്സിന് വിഷമമുള്ള കാര്യമല്ലേ. ഉസ്കെ ദോസ്ത് 10वें में थे. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം 10ാം ക്ലാസ്സിലായി. വഹ് ഉനീസെ മിൽത്ത ഉനി കെ സാത്ത് ഖേൽത്ത. അപ്പോൾ അവൻ എന്താണ്, അവൻ്റെ ഫ്രണ്ട്സൊക്കെ 10ലാണ്. അപ്പോൾ അവൻ ആ 10ാം ക്ലാസ്സിലുള്ള കുട്ടികളുടെ കൂടെ തന്നെ എപ്പോഴും പിന്നെ ഇരിക്കുമായിരുന്നു, അവരുടെ കൂടെ തന്നെ കളിക്കുമായിരുന്നു, അവരുടെ അടുത്ത് സംസാരിക്കുമായിരുന്നു. अपने साथ हो जाने वालों में से किसी के साथ उसकी दोस्ती ना हो सकी. അവൻ്റെ ക്ലാസ്സിൽ അവൻ്റെ കൂടെയുള്ള കുട്ടികളുടെ അടുത്ത് ആരുടെ അടുത്തും അവന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്, അവർ ഇതുവരെ 8ന്ന് ഇപ്പോൾ 9ലേക്ക് വന്നവരാണ് അല്ലേ. वह जब भी क्लास में बैठता उसे अपना बैठना अजीब लगता. അവൻ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്തൊക്കെ അവന് എന്തോ പോലെ തോന്നുമായിരുന്നു. അജീബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് എന്തോ പോലെ തോന്നുമായിരുന്നു അവന്. തം യഹ് ഹുവാ കി കംജോർ ലഡ്കോं को മാസ്റ്റർ ജി समझाते तो उसकी मिसाल देते. വീക്കായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് മാസ്റ്റർ ജി ടോപ്പിയുടെ ഉദാഹരണം എടുക്കും. മിസാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ, ഉദാഹരണമായിട്ട് ടോപ്പിയെ ഉദാഹരണമായിട്ട് എടുക്കും. എങ്ങനെയാണ് പറയുക, ക്യാ മത്ലബ് ഹേ സാം അവതർ യാ മുഹമ്മദ് അലി ബലഭദ്ര की तरह इसी दर्जे में टिके रहना चाहते हो क्या. എന്താ നിങ്ങളുടെ ഉദ്ദേശം, സാം അവതാർ അല്ലെങ്കിൽ മുഹമ്മദ് അലി പറഞ്ഞ ഓരോ കുട്ടികളുടെ പേര് വിളിച്ച് പറയുകയാണ് ഇങ്ങനെ. ബലഭദ്രനെ പോലെ നിങ്ങൾക്ക് ഇതേ ക്ലാസ്സിൽ തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കണോ, ഒട്ടിക്കൊണ്ടിരിക്കണോ ഇങ്ങനെ എന്ന് അവനെ എക്സാമ്പിൾ എടുത്ത് പറയുമായിരുന്നു. യഹ് സുൻകർ സാരാ ദർജ ഹസ് പടുത്ത, ഇത് കേട്ടിട്ട് മുഴുവൻ ക്ലാസ്സും ചിരിക്കാൻ തുടങ്ങും. ഹസ്നെ വാലെ വേ ഹോത്തെ ജോ പിछले साल 8वें में थे. ആരാണ് ചിരിക്കുന്ന കുട്ടികൾ, കഴിഞ്ഞ വർഷം 8ലും ഇപ്പോൾ 9ലേക്ക് ആയ കുട്ടികളായിരിക്കും മുഴുവനും ചിരിക്കുന്നുണ്ടാവുക. വഹ കിസിനെ കിസി തര ഇസ് സാൽ കോ ജയിൽ ഗയ, എങ്ങനെയൊക്കെയോ ഈ വർഷം അവൻ സഹിച്ചു. परंतु जब सन 51 में भी उसे 90 दर्जे में ही बैठना पड़ा तो वह बिल्कुल गीली मिट्टी की लोंदा हो गया. എങ്ങനെയൊക്കെയോ ഈ വർഷം സഹിച്ചു, പക്ഷേ सन 51 1951 അവന് പിന്നെയും 9ാം ക്ലാസ്സിൽ തന്നെ ഇരിക്കേണ്ടി വന്ന സമയത്ത് ബിൽക്കുൽ ഗീലി മിട്ടി കാ ലോന്താ ഹോ ഗയ, തികച്ചും ഗീലി മിട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നനഞ്ഞ മണ്ണ്, ലോന്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിണ്ട്, അതിൻ്റെ അർത്ഥം വെറും ഒരു മണ്ണിൻ്റെ കഷ്ണം പോലെ മാസ്, ഒരു പിണ്ടം പോലെ ആയിപ്പോയി അവൻ്റെ ഗതി. പറഞ്ഞ അവൻ 9ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം തോറ്റു എന്നാണ് പറയണത് അല്ലേ. അപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യം 51 തോറ്റത്. ക്യോങ്കി അബ് तो वे 10वें में भी कोई उसका दोस्त नहीं रह गया था. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ 10ാം ക്ലാസ്സിലും കൂടി അവൻ്റെ ടോപ്പിയുടെ ഒരു ഫ്രണ്ടും ഇല്ലാതായി. അതിൻ്റെ അർത്ഥം എന്താണ്, 10ലുള്ളവർ 11ലായി അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഇവൻ 9ൽ പഠിക്കുന്ന സമയത്ത് 10ൽ ഇവൻ്റെ ഓൾറെഡി പണ്ടത്തെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, അപ്പോൾ അവിടെ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും പറ്റാതായി. 8वें वाले 10वें में थे. ഇവൻ 9ൽ പഠിക്കുന്ന സമയത്ത് ആദ്യം 8ലുള്ളവർ 9ലായിരുന്നു, ഇപ്പോൾ അവർ 10ലേക്കായി. 7वें वाले उसके साथ, 7ലുള്ളവർ 8ന്ന് ഇപ്പോൾ ഇവൻ്റെ കൂടെ 9ലേക്ക് ആയി അല്ലേ. പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ. ഉൻകെ ബീച്ച് മേ വഹ അച്ഛാ ഖാസ ബൂഢാ ദിഖായി ദേത്താ. ആക്ച്വലി ഇവൻ ഇപ്പോൾ 11ാം ക്ലാസ്സിലേക്ക് എത്തേണ്ട പിന്നെ പ്രായമായി അല്ലേ. അപ്പോൾ 7ാം ക്ലാസ്സിലുള്ളവരാണ് 8ന്ന് 9ലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ കൂടെ എന്താണ്, മറ്റു കുട്ടികളുടെ കൂടെ ഇവൻ ശരിക്കും ഒരു കളവനെ പോലെ കാണുന്നുണ്ട്. വ അപ്പനെ ഭരെ പൂരെ ഘർ ഹി കി തരഹ അപ്പനെ സ്കൂൾ മെമ്പി, അവൻ്റെ ഭരെ പൂരെ ഘർ എന്ന് വെച്ചാൽ നിറഞ്ഞ വീട്, പറഞ്ഞാൽ നിറയെ ആൾക്കാരില്ലേ വീട്ടിലെ, അച്ഛനും അമ്മയും ദാദിയും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വീടായിട്ടും കൂടി അവൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു അല്ലേ, അങ്ങനെ ഫീൽ ആവുന്നുണ്ടായിരുന്നു, ലോൺലിനെസ്. അതേപോലെ തന്നെ സ്കൂളിലും അവൻ്റെ അവസ്ഥയായി. മാസ്റ്ററിനെ ഉസ്കാ നോട്ടീസ് ലേന ബിൽക്കുൽ ഹി ചോട് ദിയാ താ. മാസ്റ്റേഴ്സ് അവനെ കെയർ ചെയ്യണത് അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുക എന്നുള്ളതൊക്കെ തികച്ചും വിട്ടുകളഞ്ഞു, അവരെ ശ്രദ്ധിക്കാതെ ആയി. कोई सवाल किया जाता और जवाब देने के लिए वह भी हाथ उठाता तो कोई മാസ്റ്റർ उससे ജവാബ് ന പൂസ്ത. എങ്ങാനും ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് കൈ മുകളിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിലും കൈ ഉയർത്തിയാൽ കൂടിയിട്ട് ആരും അവൻ്റെ അടുത്ത് ചോദിക്കില്ലായിരുന്നു. परंतु जब उसका हाथ उठता ही रहा तो एक दिन अंग्रेज़ी साहित्य के मास्टर साहब ने कहा,
പക്ഷേ ഒരു ദിവസം അവൻ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞ അങ്ങനെ കണ്ടിന്യൂ പിടിച്ച സമയത്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന മാസ്റ്റർ ചോദിച്ചു, 3 ബരസ് സെ യഹി കിതാബ് പഠ് രഹേ ഹോ നാ, 3 വർഷം കൊണ്ട് ഇതേ പുസ്തകം തന്നെയല്ലേ പഠിക്കുന്നത്, तुम्हें तो सारे जवाब जबानी याद हो गए होंगे. ജബാനി യാദ് ഹോന എന്ന് വെച്ചാൽ ബൈഹാർട്ട് ആവുക കേട്ടോ. അപ്പം നിനക്ക് എല്ലാ ആൻസേഴ്സും ബൈഹാർട്ട് ആയിട്ടുണ്ടാവും. ഇൻ ലഡ്കോं को अगले साल हाईस्कूल का इम्तिहान देना है. ഇംതിഹാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാം, പരീക്ഷ. ഈ കുട്ടികൾക്ക് അടുത്ത വർഷം ഹൈസ്കൂളിൻ്റെ പരീക്ഷ കൊടുക്കാനുള്ളതാണ്, എഴുതാനുള്ളതാണ്. തുംസെ പാർസാൽ പൂച്ച് ലൂങ്ക. പാർസാൽ എന്ന് വെച്ചാൽ ആനെ വാല സാൽ, ഇനി വരണ വർഷം. നിൻ്റെ അടുത്ത് ഇനി വരണ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ചോദിക്കാം. ഇംഗ്ലീഷിൻ്റെ മാസ്റ്റർ ഇപ്പോൾ വല്ലാതെ കളിയാക്കി പറഞ്ഞു അല്ലേ. ടോപ്പി ഇത്തന ശർമായാക്കി ഉസ്കെ കാലേ രംഗ് പർ ലാലി ദോട് ഗയി. കാലേ രംഗ് പർ ലാലി ദോടന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ കറുത്ത കളറിൽ ചുവപ്പ് വീഴുക. അതിൻ്റെ അർത്ഥം എന്താണ്? വല്ലാതെ നാണക്കേടായിട്ട് മുഖമൊക്കെ ചുമക്കുക. ഷർമാക്കെ ചെഹ്റ ലാൽ ഹോന, ഷർമാനെ സെ ചെഹ്റ ലാൽ ഹോന എന്ത് വേണോ പറയാം. അപ്പോൾ ടോപ്പിക്ക് വല്ലാണ്ട് നാണക്കേട് തോന്നി, അവൻ്റെ മുഖമൊക്കെ ചുമന്നു. ഓർ ജബ് തമാം ബच्चे खिलखिलाकर हंस पड़े तो वह बिल्कुल मर गया. എല്ലാ കുട്ടികളും, തമാം എന്ന് പറഞ്ഞാൽ സഭി ബच्चे, എല്ലാ കുട്ടികളും ഖിൽഖിലാക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇങ്ങനെ ഹ ഹ പറഞ്ഞിട്ട് ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ചിരിക്കുക, ഇളകി അങ്ങനെ ചിരിക്കാൻ തുടങ്ങിയ സമയത്ത് ബിൽക്കുൽ മർ ഗയ, ടോപ്പി പാവൻ ബിൽക്കുൽ തികച്ചും അവനങ്ങോട്ട് ചത്ത പോലെ ആയി. ജബ് വഹ പഹലി ബാർ 90 में आया था तो वह भी इन्हीं बच्चों की तरह बिल्कुल बच्चा था. അവൻ ആദ്യമായിട്ട് 9ാം ക്ലാസ്സിൽ വന്ന സമയത്ത് ഈ കുട്ടികളെ പോലെ തന്നെ അവനും കുട്ടിയായിരുന്നു. फिर उसी दिन अब्दुल वहीद ने रिसेस में वह तीर मारा कि टोपी बिल्कुल बिलबिला उठा. പിന്നെ അതേ ദിവസം തന്നെ ആ പീരീഡ് കഴിഞ്ഞതിന് ശേഷം റിസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്, ലഞ്ച് ടൈമിൻ്റെ ബ്രേക്ക്. അപ്പോൾ ആ സമയത്ത് അബ്ദുൽ വഹീദ് തീർമാറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ മനസ്സിൽ കൊള്ളണ പോലെ ഇങ്ങനെ പറയുക, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയത്ത് എന്താണ് ബിൽക്കുൽ ബിൽബില ഉട്ട. ബിൽബില ഉട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും വളരെയധികം ദേഷ്യം വരിക, ബഹുത് ജാദ ഗുസ്സ കർണ അല്ലെങ്കിൽ ബഹുത് ജാദ ഗുസ്സ ആന എന്ന് പറയാം. അപ്പോൾ ടോപ്പിക്ക് ഇനിയും ദേഷ്യം വന്നു, വല്ലാതെ ദേഷ്യം വന്നു. വാഹിദ് ക്ലാസ് കാ സബ്സെ തേജ് ലഡ്കാത്ത. വാഹിദ് ക്ലാസ്സിലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. മോണിറ്റർ ബി था, മോണിറ്ററും ആയിരുന്നു, ഇംഗ്ലീഷിൻ്റെ മോണിറ്റർ തന്നെയാണ്. और सबसे बड़ी बात यह है कि वह लाल तेल वाले डॉक्टर शरफुद्दीन का बेटा था. ഏറ്റവും വലിയ കാര്യം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഹിദ് ലാൽ തേൽ വാല ഡോക്ടർ ഷറഫുദ്ദീൻ്റെ മകനായിരുന്നു. ഇവൻ്റെ അച്ഛൻ്റെ പേരെന്താണ്? നീലെ തേൽവാല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഉസ്നെ കഹാ ബൽബദർ അബ് തോ ഹം ലോഗൻ മേ കാ ഗുസ്താ ഹെ. ലോഗൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഗ്, ജനങ്ങൾ, അത്രേ ഉള്ളൂ. അപ്പോൾ വഹീദ് പറയാൻ തുടങ്ങി, ബൽബദർ നീ ഇനി ഞങ്ങളുടെ ഇടയിൽ എന്തിനാണ് കടന്നു വരുന്നത്? ഗുസ്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയറി പോകുക, ഇടയിൽ കിടക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ ഇടയിൽ എന്തിനാണ് വരുന്നത്? ഹം ലോഗോं के बीच क्यों घुसता है അതിൻ്റെ അർത്ഥം. അപ്പോൾ 8th वालन के दोस्ती कर. 8th ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത് നീ ഫ്രണ്ട്ഷിപ്പ് ചെയ്യേ. ഇനി ഹം ലോഗ് तो निकल जाएंगे बाकी तुम्हें ता उन्हीं सबन के साथ रहे को हुई है. അപ്പം ഞങ്ങളൊക്കെ പോകും ഇനി എന്തായാലും. ഹം ലോഗ് तो चले जाएंगे निकल जाएंगे. നിനക്കെന്താണ്? തുമേ രഹന ഹെ 8th വാലെ ഉൻ ലോഗോं के साथ रहना है. നിനക്ക് അവരുടെ കൂടെയാണ് ഇരിക്കേണ്ടത്, അതുകൊണ്ട് നീ അവരുടെ അടുത്ത് പോയി ഫ്രണ്ട്ഷിപ്പ് ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ 8th കുട്ടികൾ ഇനി 9th വരും, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അവരുടെ അടുത്ത് പോയി ഫ്രണ്ട്ഷിപ്പ് ചെയ്യും. ഞങ്ങൾ എന്തായാലും ഇനി അടുത്ത ക്ലാസ്സിലേക്ക് പോകും എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. യഹ് ബാത് ടോപ്പി കെ ദിൽ മേ ആർ പാർ ഹോ ഗയി. ഈ കാര്യം ടോപ്പിയുടെ മനസ്സിൽ അങ്ങനെ വല്ലാതെ തട്ടി, അങ്ങനെ ബുറാ ലഗ്ന. ആർ പാർ ഹോന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഹുത് ബുറാ ലഗ്ന അല്ലെങ്കിൽ ചുബ്ന, അങ്ങനെ കുത്തിയ പോലെ ആവുക, അങ്ങനെ പറയാം. അപ്പോൾ ശരിക്കും ആർ പാറിൻ്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു നീഡിൽ കൊണ്ട് ഒരു ബുക്കിലോ എന്തിലെങ്കിലും ഇങ്ങനെ കുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ സൈഡിൽ നിന്ന് ആ സൈഡ് എത്തും അല്ലേ. അപ്പോൾ അതിനാണ് പറയുന്നത് ആർ പാർ, ഇവിടം തൊട്ട് അവിടം വരെ. അപ്പോൾ അവന് വല്ലാതെ പിന്നെ ബുറാ ലഗ് ഗया, बहुत बुरा लग गया टोपी को. उसने कसम खाई कि टाइफॉइड हो या टाइफॉइड का बाप उसे പാസ് होना है. അപ്പോൾ എന്തായാലും പ്രോമിസ് ചെയ്തു, ഇനിയിപ്പോൾ ടൈഫോയിഡിൻ്റെ അപ്പനോ വന്നാലും വിരോധമില്ല, എനിക്ക് എന്തായാലും പാസ്സായേ പറ്റൂ എന്ന്. പരന്തു ബീച്ച് മേ ചുനാവ് ആ ഗയ. എന്നാൽ അതിൻ്റെ ഇടയിൽ ഇലക്ഷൻ വന്നു. ഡോക്ടർ ഭൃഗു നാരായൺ നീലെ തെൽവാലെ കടേ ഹോ ഗയേ. ഡോക്ടർ ഭൃഗു നാരായൺ ഇലക്ഷന് നിന്നിട്ടുണ്ടായിരുന്നു. അബ് ജിസ് ഘർ മേ കോയി ചുനാവ് കെ ലിയെ ഖടാ ഹോ ഗയാ ഹോ ഉസ്മേ കോയി പഠ് ലിഖ് കൈസേ സക്താ ഹൈ. ഏത് വീട്ടിലാണോ ഇലക്ഷന് ആൾക്കാർ നിൽക്കുന്നത് ആ വീട്ടിൽ എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക, പഠിപ്പ് നടക്കുക? കാരണം അവിടെ ഭയങ്കര ബഹളവും എന്നും ബിസിയും ഒക്കെ ആയിരിക്കും അല്ലേ. വഹ് തോ ജബ് ഡോക്ടർ സാഹിബ് കി ജമാനത്ത് ജബ്ത് ഹോ ഗയി തബ് ഘർ മേ ജറാ സന്നാട്ട ഹുവ. പിന്നെ ഡോക്ടർ സാഹിബ് കി ജമാനത്ത് ജബ്ത് ഹോ ഗയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോറ്റുപോയി
ഇലക്ഷനിൽ തോറ്റുപോയപ്പോഴാണ് വീട്ടിൽ കുറച്ച് ശാന്തി കിട്ടിയത്, കുറച്ച് ശാന്തത വന്നത്. സന്നാട്ട എന്ന് വെച്ചാൽ സൈലൻസ്. और टोपी ने देखा कि इम्तिहान सिर पर खड़ा है. അപ്പോഴേക്കും എന്താണ് ടോപ്പി മനസ്സിലായി, ഇംതിഹാൻ പരീക്ഷ തലയുടെ മേലെയാണ്. അതിൻ്റെ അർത്ഥം പരീക്ഷയുടെ ഡേറ്റ് എടുത്തു. വ പടായി മേ ജുട്ട് ഗയ, അവൻ പഠിക്കാൻ തുടങ്ങി. परंतु ऐसे वातावरण में कोई പഠ सकता था. പക്ഷേ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ, എന്താ നേരെ മാർഗം. इसलिए उसका पास ही हो जाना बहुत था. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അവൻ പാസ്സായാൽ തന്നെ വലിയൊരു കാര്യമായിരുന്നു. വാഹ് ദാദി ബോലി ഭഗവാൻ നസറെ ബന്ദ് സെ ബച്ചായെ. നസറെ ബന്ദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുരി നസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് തട്ടുക, ദൃഷ്ടി കൊള്ളുക എന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പോൾ അവൻ്റെ ദാദി പറഞ്ഞു, ആവു ഭഗവാൻ ദൃഷ്ടിയിൽ നിന്ന് കണ്ണ് തട്ടലിൽ നിന്ന് രക്ഷപ്പെടുത്തി. റഫ്താർ അച്ചി ഹെ, റഫ്താർ വേഗത, വേഗത നല്ല അതാണ്, ഫാസ്റ്റാണ്. തീസ്രെ ബരസ് തീസ്രെ ദർജ്മെ പാസ് തോ ഹോ ഗയെ, മൂന്നാമത്തെ വർഷം 3rd ഡിവിഷനിൽ 3rd ക്ലാസ്സിൽ പാസ്സെങ്കിലും ആയല്ലോ എന്ന് ദാദി പറഞ്ഞു. പറഞ്ഞാൽ കുറച്ച് കളിയാക്കിയിട്ടും പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.